Good morning, students. Today we are going to take the topic types of performance appraisal. In the last class, we have discussed what are the methods of performance appraisal, both traditional and modern methods or techniques. Today, what are the types of performance appraisal or how to do performance appraisal? There are 7 methods described as 7 type of performance appraisal is discussed here. The first one being formal appraisal. This type of appraisal is adopted by medium and large scale industries. The appraisal is done by step process. പെർഫോമൻസ് അപ്രൈസലിൻ്റെ സ്റ്റെപ്പുകൾ മിസ് പഠിപ്പിച്ചിരുന്നു ഒരു 6 സ്റ്റെപ്പായിട്ട്. അങ്ങനെ സ്റ്റെപ്പായിട്ട് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതിനെയാണ് നമ്മൾ നടത്തുന്ന മെത്തേഡാണ് ഫോർമൽ അപ്രൈസൽ. അതിനങ്ങനെ വിളിക്കാൻ കാരണം ദർ ഇസ് എ ഫോർമൽ പ്രൊസീജിയർ ഫോർ അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. ഇപ്പോൾ എംപ്ലോയിനെ അപ്രൈസ് ചെയ്യാൻ വേണ്ടി ഫോർമൽ പ്രൊസീജിയർ തന്നെയുണ്ട്. എ പ്രൊഫഷണൽ അപ്രോച്ച് ഈസ് ഫോളോഡ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ. നമ്മൾ വെറുതെ ഊഹങ്ങൾ വെച്ചിട്ടോ വെറുതെ അല്ല, നമ്മൾ വളരെ പ്രൊഫഷണൽ അപ്രോച്ച് വെച്ചിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇൻഫോർമൽ അപ്രൈസൽ. Informal appraisal is conducted in small units having only a few personnel. വളരെ കുറച്ച് ആളുകളുള്ള ചെറിയ യൂണിറ്റുകളിലൊക്കെ പെർഫോമൻസ് അപ്രൈസലിന് നമ്മൾ ഇൻഫോർമൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ദിസ് അപ്രൈസൽ ഈസ് ഡൺ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ഫോർമൽ പ്രൊസീജിയർ. The management and ownership of business is vested in the hands of the same person. It is casual, unsystematic appraisal. വളരെ ചെറിയ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ ഒരൊറ്റ ആളായിരിക്കും കൈകാര്യം ചെയ്യണം. ഓണർ തന്നെയായിരിക്കും മാനേജർ. വളരെ കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതോടൊപ്പം നമ്മൾ അൺസിസ്റ്റമാറ്റിക് ആയിട്ട് ആ വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം വളരെ കാഷ്വലായിട്ട് തന്നെ പെർഫോമൻസ് അപ്രൈസലും നടത്തണം. അതാണ് ഇൻഫോർമൽ അപ്രൈസൽ. തേർഡ് വൺ ഈസ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ്. ഹിയർ ദ എംപ്ലോയീസ് ഇവാലുവേറ്റ് ദ സുപ്പീരിയേഴ്സ്. അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സൂപ്പർവൈസർ സബോർഡിനേറ്റിനല്ലേ നമ്മൾ ഇവാലുവേഷൻ നടത്തുക. പക്ഷെ ഇവിടെ സബോർഡിനേറ്റ് സുപ്പീരിയറിനെയാണ് ഇവാലുവേഷൻ നടത്തുന്നത്. In most cases, subordinates are not competent to evaluate the superiors because they are young and inexperienced to realize the importance of their officer's responsibility. എല്ലാ കേസിലും ഇത് സക്സസ്ഫുൾ ആവണമെന്നില്ല. കാരണം വളരെ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആയിരിക്കും സബോർഡിനേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണത് അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ, റോൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമ്പീറ്റൻസി ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതൊരു വീക്ക്നെസ് ആണ് ഇപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ. അടുത്തത് ഇൻഡിവിജ്വൽ അപ്രൈസൽ. അതെന്താണ്? ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ വൺ പേഴ്സൺ കണ്ടക്ട്സ് അപ്രൈസൽ ഓഫ് ഓൾ ഇറ്റ് സബോർഡിനേറ്റ്സ്. അയാളുടെ സബോർഡിനേറ്റ്സിൻ്റെ മൊത്തം ഒറ്റയ്ക്കാണ് ഇവാലുവേറ്റ് നടത്തുന്നതെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് വിളിക്കും. മറ്റൊരു ടൈപ്പാണ് ഗ്രൂപ്പ് അപ്രൈസൽ. എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റിംഗ് ഈസ് ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ്. ദേ സിറ്റ് ടുഗദർ ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ആ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. ഒരു ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഉണ്ടാവും, ആ വർക്കേഴ്സുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന മറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു പ്രൊഫഷൻ ഉണ്ടാവും. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യണേ. അതിനെ നമുക്ക് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് വിളിക്കും. Then sixth one is initial appraisal. This type of appraisal is done during training period to assess the worth of the individual on the job to be assigned and his future potentialities. ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ട്രെയിനിങ് പീരീഡിൽ അയാൾക്ക് ഒറിജിനൽ വർക്ക് ഏൽപ്പിക്കുന്നതിന് മുൻപ് അയാൾ അതിനെ കോമ്പീറ്റൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ അയാൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇനീഷ്യലി കൊടുക്കുന്ന അപ്രൈസലാണ് ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. The last one is promotional appraisal or potential appraisal. It is done to select the candidate for promotion training. പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ആ പ്രൊമോഷനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന അപ്രൈസലാണ് പൊട്ടൻഷ്യൽ ഓർ പ്രൊമോഷണൽ അപ്രൈസൽ. The personnel are selected for the training after being appraised by the worth of the present job and potential for higher job. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലുള്ള അയാളുടെ വർത്തും ഫ്യൂച്ചറിലേക്കുള്ള അയാളുടെ പൊട്ടൻഷ്യലും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ അയാളെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഇത്രയാണ് ഈ 7 ടൈപ്പാണ് നമ്മൾ പഠിക്കണേ. ഒന്ന് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അപ്രൈസൽ, പിന്നെ അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ്, പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അപ്രൈസൽ, ഇനീഷ്യൽ അപ്രൈസൽ ആൻഡ് പ്രൊമോഷണൽ അപ്രൈസൽ.
7 നന്നായി പഠിച്ചേക്കാം കേട്ടോ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ. ഒരു നല്ല പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം എന്ന് പറയണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, പ്രീ റിക്വിസിറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ്, മിസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത് ഒരു 10 പോയിൻ്റാണ്. 10 റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രീ റിക്വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് 10 പോയിൻ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഫസ്റ്റ് വൺ വേണ്ടത്, ഒരു നല്ല പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ എന്താ, ഒരു അപ്രൈസൽ സിസ്റ്റം ഓർഗനൈസ് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അപ്രൈസൽ സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ ഓർഗനൈസേഷനിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസവും ഒരു കോൺഫിഡൻസും ഉള്ള അന്തരീക്ഷമായിരിക്കണം. ദർ മസ്റ്റ് ബി ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ സിസ്റ്റം ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തിനു വേണ്ടിയിട്ട്? ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ദ ഫെയ്ത്ത് ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദ അപ്രൈസൽ സിസ്റ്റം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അപ്രൈസൽ സിസ്റ്റത്തിന് എംപ്ലോയീസിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലേ? പെർഫോമൻസ് അപ്രൈസൽ ഈസ് ആൻ ഇമോഷണൽ പ്രോസസ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ ഫീലിംഗ് ഓഫ് ഫെയർനെസ് ആൻഡ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. എന്നെ ഇപ്പോൾ പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയൊക്കെ അപ്രൈസൽ നടത്തുമ്പോൾ എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ആളെ സെലക്ട് ചെയ്തു, എനിക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എന്നെ തഴഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് വരുന്ന ഒരു ഏരിയയാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് എംപ്ലോയീസിലൊരു ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല രീതിയിൽ ചെയ്യുള്ളൂ, ഇക്വിറ്റബിളായിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. The human element in it must be considered if to serve the individual and organizational purpose. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം എന്തിനെ കൺസിഡർ ചെയ്യണം? ആ ഹ്യൂമൻ എലമെൻ്റ് എന്നുള്ളതിനെ കൺസിഡർ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് ഒരുപാട് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിന് ഇടയാക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘടകം, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. സെക്കൻഡ് വൺ ഈസ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. The objectives and the purpose of performance appraisal should be made clear and specific. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യണേ, അത് വളരെ ക്ലിയറും സ്പെസിഫിക്കും ആയിരിക്കണം. ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി റെലവൻറ്റ്, ടൈംലി ആൻഡ് ഓപ്പൺ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം. ആ ഒരു പർപ്പസിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. The appraisal system should be fair so that it is beneficial to both the individual employee and the organization. എംപ്ലോയിക്കും ഓർഗനൈസേഷനും ഒരേപോലെ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലായിരിക്കണം അപ്രൈസൽ സിസ്റ്റം. ആൻഡ് ഇറ്റ് ഷുഡ് ബി adequately and appropriately linked with other subsystem of human resource management. ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ഒബ്ജക്റ്റീവുകൾ അല്ലെങ്കിൽ എലമെൻറ്റുമായിട്ടും സൂപ്പർ ലിങ്ക്ഡ് ആയിരിക്കണം. ഓക്കെ. ദെൻ മൂന്നാമത്തെ, വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞു പെർഫോമൻസ് അപ്രൈസലിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും വെച്ചിട്ടാണ്, അല്ലേ? സോ ദ സ്റ്റാൻഡേർഡ് ഈസ് ദ ക്രൈറ്റീരിയ ഓർ ബേസ് വിത്ത് വിച്ച് ദ പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഡൺ. സോ എ വെൽ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഡെവലപ്ഡ്. The factors as well as appraisal form, procedures and techniques should be standardized. ആ പെർഫോമൻസ് അപ്രൈസലിന് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്കുകളും, ഫോമുകൾ, പ്രൊസീജിയറുകൾ, ടെക്നിക്കുകൾ എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. എങ്കിലേ അത് എന്തുണ്ടാവുള്ളൂ? ഇറ്റ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ആൻഡ് കമ്പാരിസൺ ഓഫ് റേറ്റിംഗ്സ്. നമ്മളെല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ കമ്പാരിസൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് ഫുള്ളി അവെയർ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി എംപ്ലോയീസ്. എംപ്ലോയീസ് അതിനെപ്പറ്റി ഫുള്ളി അവെയർ ആയിരിക്കണം. ഇതാണ് മൂന്നാമത്തെ. 4, ട്രെയിനിങ്. Evaluators should be given training in philosophy and technique of appraisal. They should be provided with the knowledge and skill of documenting appraisal, conducting post-appraisal interview and rating errors, etc.
ഇവാലുവേറ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തേണ്ട മെത്തേഡ്സിനെയും പറ്റിയും ഇവാലുവേറ്റേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. എന്തിനെ പറ്റിയൊക്കെ ട്രെയിനിങ് കൊടുക്കണം? എങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യേണ്ടത്, അപ്രൈസൽ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മളതിന് ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത്, ഇനി അതിന് റേറ്റിംഗ് എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയുള്ള ട്രെയിനിങ് ഇവാലുവേറ്റേഴ്സിന് നമ്മൾ കൊടുക്കണം. ഇനി ജോബ് റിലേറ്റഡ് ബിഹേവിയർ, ഹിയർ അവിടെ നമ്മൾ വേറെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല നോക്കണ്ടേ എംപ്ലോയീസിൻ്റെ. ജോബ് റിലേറ്റഡ്, ദ ഇവാലുവേറ്റേഴ്സ് ഷുഡ് ഇവാലുവേറ്റ് or give attention to the job related behavior and performance of the employees. Multiple criteria should be used for appraisal and it should be done periodically rather than once in a year. വർഷത്തിലൊരിക്കൽ ചെയ്യാതെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ നമ്മളെപ്പോൾ ചെയ്യണം? പീരിയോഡിക്കലി ചെയ്തുകൊണ്ടിരിക്കണം. ആ അതിനുള്ള മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരേ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കരുത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരാൾ ഒരു പോയിന്റിൽ വീക്കാണെങ്കിൽ മറ്റൊരു പോയിന്റിൽ സ്ട്രോങ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് വേണം ഇവാലുവേഷൻ നടത്താനായിട്ട്. അടുത്തത് ഡോക്യുമെൻറ്റേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ എപ്പോൾ നടത്തിയാലും ഓൾ ദ ഡീറ്റെയിൽസ് ഷുഡ് ബി റെക്കോർഡഡ്. എന്താണോ അതിൻ്റെ ഔട്ട്കം, എന്താണോ റിസൾട്ട്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. സോ റേറ്റേഴ്സ് ഷുഡ് റിക്വയർ ടു ജസ്റ്റിഫൈ ദെയർ റേറ്റിംഗ്. എ എന്ന് പറയുന്ന ഒരാൾക്ക് റേറ്റ് 3 കൊടുത്തേക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾക്ക് 3 ആയത്, എന്തുകൊണ്ട് 1 കൊടുത്തില്ല, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം. ആര്? ഇവാലുവേറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? This documentation will encourage the evaluators to make conclusion efforts minimizing personal biases. അവിടെ പേഴ്സണൽ ബയസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനും അവരുടെ ഭാഗം ക്ലിയർ ആക്കാനും ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ റേറ്റിംഗ്, അവർ ചെയ്തേക്കുന്ന റേറ്റിങ്ങിൻ്റെ അക്കൗണ്ടബിലിറ്റി തെളിയിക്കാനും ഈ പറഞ്ഞ റെക്കോർഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. Arrangement should be made to communicate the rating to both the employee and the raters. The employee should actively participate in managing the performance and in an outgoing process of evaluation. The superior should play the role of coach and counselor. The overall purpose of appraisal should be developmental rather than judgmental. The feedback message must contain comments with examples and suggestions for improvement. ഇവിടെ എംപ്ലോയിയുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ ആ ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ നീളം നമ്മൾ എൻഷുർ ചെയ്യണം. അവരെ തഴഞ്ഞുകൊണ്ട് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ടായിരിക്കണം ഇവാലുവേഷൻ നടത്തേണ്ടത്. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സുപ്പീരിയർ ഒരു കൗൺസിലറുടെയോ കോച്ചിൻ്റെയോ റോളിൽ ഉടനീളം അവിടെ ഉണ്ടായിരിക്കണം. ഈ അപ്രൈസലിൻ്റെ ഓവറോൾ പർപ്പസ് എന്ന് പറയുന്നത് വെറുതെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതല്ല, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് എക്സാമ്പിൾസും സജഷൻസും ഒക്കെ, ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സജഷൻസും അതിന് വേണ്ടിയുള്ള എക്സാമ്പിൾസ് അടക്കം വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഫീഡ്ബാക്ക് കൊടുക്കാൻ. ദ നെക്സ്റ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എസെൻഷ്യലാണിത്. വൈൽ ഡിസൈനിങ് ദ അപ്രൈസൽ സിസ്റ്റം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഓർഗനൈസേഷൻ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. നമ്മുടെ കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിൽ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ ഓരോ കമ്പനിക്കും അതിൻ്റേതായുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും അല്ലേ? ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ മേ ഡിഫർ ഇൻ ടേംസ് ഓഫ് സൈസ്, നേച്ചർ, നീഡ് ആൻഡ് എൻവയോൺമെൻറ്റ്. Therefore, the appraisal system should be tailor-made for the particular organization. മറ്റൊരു ഓർഗനൈസേഷനിൽ ചെയ്യുന്ന പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ കണ്ടെടുത്തിട്ട് കാര്യമില്ല. പകരം എന്തായിരിക്കണം? ടൈലർ മെയ്ഡ് ആയിരിക്കണം. അതായത് ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കണം പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. The need of ratees in terms of feedback, mobility, confidence and openness should also be considered. ആ റേറ്റിയുടെ അവർക്ക് എന്താണ് ആവശ്യം, എംപ്ലോയി എന്താണ് അവരുടെ പർപ്പസ്, ഫീഡ്ബാക്ക്, മൊബിലിറ്റി, കോൺഫിഡൻസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഓർഗനൈസേഷൻ അപ്രൈസൽ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്. ദെൻ പോസ്റ്റ് അപ്രൈസൽ ഇൻ്റർവ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആഫ്റ്റർ അപ്രൈസൽ ആൻഡ് ഇൻ്റർവ്യൂ എംപ്ലോയി ഷുഡ് ബി അറേഞ്ച്ഡ്. നമ്മൾ സാധാരണ അപ്രൈസൽ ചെയ്യുമ്പോഴോ അപ്രൈസലിന് മുൻപോ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആഫ്റ്റർ ഇൻ്റർവ്യൂ അപ്രൈസൽ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻ്റർവ്യൂ നടത്തണം. ഇറ്റ് ഈസ് നെസസറി ടു സപ്ലൈ ഫീഡ്ബാക്ക് ടു നോ ദ ഡിഫിക്കൽട്ടീസ് അണ്ടർ വിച്ച് ദ എംപ്ലോയി വർക്ക് ആൻഡ് ടു ഐഡൻറ്റിഫൈ ദർ ട്രെയിനിങ് നീഡ്സ്.
വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് അറിയാനും അവർക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ട്രെയിനിങ് വേണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എന്ത് വേണം, പെർഫോമൻസ് അപ്രൈസലിന് ശേഷം ഒരു ഇത് നടത്തിയേ പറ്റൂ. The rater should adopt a problem-solving approach in the interview and should provide counseling for improving performance. അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി നടത്താം. അതുപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ടും ഈ ഇൻ്റർവ്യൂ സഹായിക്കും. The last essential is review and appeal. A review committee should be formed to review the situation. It consists of line executive and personnel expert. HR ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പേർട്ടും ലൈൻ മാനേജേഴ്സും അടങ്ങുന്ന ഒരു റിവ്യൂ കമ്മിറ്റി ഫോം ചെയ്യണം. ഈ കമ്മിറ്റിയാണ് നമ്മുടെ റേറ്റ് ഇവാലുവേഷൻ നടത്തിയ റേറ്റ് സ്ട്രിക്റ്റ് ആയിരുന്നോ ലീനിയൻ്റ് ആയിരുന്നോ എന്നുള്ളത് എക്സാമിൻ ചെയ്യുക. ദേ വിൽ കമ്പയർ ദ റേറ്റിംഗ് വിത്ത് ഓപ്പറേഷണൽ റിസൾട്ട് ആൻഡ് മേ റിക്വയർ ദ റേറ്റേഴ്സ് ടു ഗീവ് സ്പെസിഫിക് എക്സാമ്പിൾ ഫോർ ടാർഗറ്റ് പ്രൂഫ്. അതിൻ്റെ റിസൾട്ട്, ആ റേറ്റിങ്ങിന് ശേഷമുള്ള അവരുടെ സ്പെസിഫിക് റിസൾട്ട് എന്താണെന്നുള്ളത് കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റേറ്റേഴ്സിന് സ്പെസിഫിക് എക്സാമ്പിൾസ് അവരുടെ റേറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രൂഫ് പ്രൊവൈഡ് ചെയ്യും. പ്രൊവിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൻ അപ്പീൽ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റേറ്റിംഗ്സ്. ആ റേറ്റിങ്ങുമായിട്ട് ഒട്ടും കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് അപ്പീലിന് പോകാനുള്ള അവസരവും കൊടുക്കും. അങ്ങനെ ഈ 10 പോയിൻ്റാണ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് അപ്രൈസൽ പറയണേ. ഓക്കെ, താങ്ക് യു.